വ്ളാഡിമിർ പുടിനും ഷിയും കിമ്മും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോകളാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന് വലിയ ശ്രദ്ധാവിഷയം. മുമ്പ് മോദി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, മോദിയും മൂന്നുപേരും. അതെ, പക്ഷെ ഇപ്പോൾ സംസാരിച്ചതിന് തൊട്ട് മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു ഇവരും നമ്മൾ കിമ്മിന്റെ മകളുടെ കാര്യം പറഞ്ഞു. അതെ അതെ, ഇവർ മൂന്നുപേരും കൂടെ സംസാരിച്ച് എന്തോ ഒരു കാര്യം ലീക്ക് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇവർ സംസാരിച്ചത്? അത് വളരെ കൗതുകമുള്ള കാര്യമാണ്. ഇത് വളരെ കൗതുകം മാത്രമല്ല, ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഷി, ചൈനയുടെ പ്രധാനമന്ത്രി അല്ല ചൈനീസ് പ്രസിഡന്റ്, അദ്ദേഹം ഭരണഘടന മാറ്റി എഴുതിയിട്ട് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനായിരിക്കും ചൈനയുടെ പ്രസിഡന്റ് തീരുമാനിച്ചു. പുടിൻ അങ്ങനെ തീരുമാനിച്ചു. പിന്നെ കിമ്മിന്റെ കാര്യം പറയാനും വയ്യ. പാരമ്പര്യമായിട്ട് അവർ ലോകത്ത് ആചന്ദ്രതാരം ഞങ്ങളായിരിക്കണം, ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നവർ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നവർ, പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾ. ഇതാണ് പോളിസി. അപ്പോൾ ഇവർക്ക് എക്കാലത്തും ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹമുണ്ട്, അല്ലേ? ജീവിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ച് വിരൽപ്പടയാളം പോലും, അവരുടെ വിസർജ്യം പോലും മറ്റൊരാൾക്കും കിട്ടരുത്, ഇവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും ഒരാളും അറിയരുത് എന്ന് പറയുന്ന ഒരു രഹസ്യാത്മകതയിൽ ജീവിക്കുന്ന മൂന്ന് പേരാണ് കിമ്മും ഷിയും പുടിനും. പുടിനാണ് ജൂഡോ ബ്ലാക്ക് ബെൽറ്റൊക്കെയാണ്, പഴയ KGB-കാരനാണല്ലോ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാം, കൊറിയയും വടക്കൻ കൊറിയയും ചൈനയും. പുടിനും പഴയ കമ്മ്യൂണിസ്റ്റാണ്, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നല്ലോ റഷ്യ. അപ്പോൾ ഇവരെ ഒരുമിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോകത്തെമ്പാടുള്ള ഏകാധിപതികൾക്ക് തങ്ങൾക്ക് ഒരിക്കലും ഭരണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചിന്തിക്കാം, അധികാരമില്ലാത്തതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റും, മരണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇത് ഭരണാധികാരികൾ മാത്രമല്ല, ഒരുപാട് പൈസക്കാരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, റോക്കറ്റ് എഞ്ചിനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള അതിനൊക്കെ റോക്കറ്റ് ടെക്നോളജിയിലൊക്കെ ഈ ഖനീഭവിച്ച ഇന്ധനം എന്ന് പറഞ്ഞാൽ ഇന്ധനം ഖനീഭവിക്കുന്നത് കട്ടയാക്കുന്നത് എങ്ങനെയാണ്? കൊടും തണുപ്പിൽ അല്ലേ? ജലം കട്ടയാവുന്നത് അറിയാലോ, മഞ്ഞ് കട്ടയാവുന്നത് കൂടുതൽ തണുപ്പുള്ളത്. അങ്ങനെ അത്തരം ഒരു സാങ്കേതിക വിദ്യയുടെ ഭാഗമായി നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അത് പ്രിസർവ് ചെയ്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ വേണ്ട 100ഓളം ആളുകളുടെ ശവശരീരം അവരുടെ ഒസ്യത്ത് പ്രകാരം, വിൽപ്പത്രം പ്രകാരം, വലിയ കോടീശ്വരന്മാരാണ്, വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ മൃതശരീരം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്തെന്നറിയോ? എന്നെങ്കിലും ഒരു കാലത്ത് ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ശാസ്ത്രം വികസിക്കും, അന്നേരം ഞങ്ങൾക്ക് ജീവൻ വേണം എന്ന് പറഞ്ഞ് അവരുടെ പണം മുടക്കി അതിനുള്ള പണം നേരത്തെ കൊടുത്തിട്ട് ഇവരുടെ ശരീരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം മനുഷ്യന് അമരത്വം കിട്ടുമോ? അമരത്വം കിട്ടിയാൽ മരണം ഒരിക്കലും സംഭവിക്കത്തില്ലെങ്കിൽ എനിക്ക് അക്കാലത്തും ഭരിക്കാം, എൻ്റെ രാജ്യം ഭരിക്കാം, പിന്നീട് എൻ്റെ ആയുധം ബലം കൊണ്ട്, സൈനിക ബലം കൊണ്ട് ലോകം മുഴുവൻ ഭരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ പണ്ടുകൊണ്ടായിരുന്നു, നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്, ആധുനിക കാലത്തുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ചൈനയുടെ 80ാം യുദ്ധവിജയം, ലോകമഹായുദ്ധത്തിൽ ചൈന ജപ്പാനെ തോൽപ്പിച്ചതിന് 80ാം വാർഷികം വിക്ടറി പരേഡ് ടിയാനൻമെൻ സ്ക്വയറിൽ നടക്കുകയാണ്. അവിടെ വിവിധ രാഷ്ട്രത്തലവന്മാർക്കൊപ്പം പുടിനുണ്ട്, ഷിയുണ്ട്, കിം ഉണ്ട്. ഈ മൂന്ന് പേരും കൂടെ നടന്നു പോകുമ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ സംസാരിക്കുമ്പോൾ ഒപ്പം ആരും സംസാരിക്കും? ദ്വിഭാഷി സംസാരിക്കും. അത് അങ്ങനെയാണ് ഇവർ ഇപ്പം ഹലോ സുഖമാണോ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ചൈനീസ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ചിരിക്കാനും തമാശ പറയാനും ഒക്കെ കഴിയുന്നത്. അല്ലാതെ മോദി ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് മോദി ചിരിക്കുന്നത്, മോദിക്ക് വല്ലതും മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്ന ചില മരയുളകൾ അവർക്ക് അറിയാൻ മേലുണ്ടല്ല, അതൊന്നും ചുമ്മാതാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇത് മാത്രമല്ല, ഈ പരിഭാഷ ചെയ്യാനുള്ള ആൾ പോലും വേണ്ട, ഏത് ഭാഷയിൽ പറഞ്ഞാലും ലൈവായി കേൾക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ലഭ്യമാണ്. തന്നെ പറഞ്ഞിട്ടുണ്ട് പുടിന് ഞാൻ പറയുന്നതൊക്കെ മോദിക്ക് മനസ്സിലാവും, മോദി പറയുന്നതൊക്കെ. അത് നേരത്തെ പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഭാഷയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും മനസ്സിലാവുന്നു പുടിൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവർ നടന്നിങ്ങനെ പോകുമ്പോൾ, ഒരുമിച്ച് പോകുമ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിഭാഷകൻ്റെ പുടിൻ പറഞ്ഞത് ചൈനീസ് ഭാഷയിൽ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന പരിഭാഷകൻ്റെ മൈക്രോഫോണിലൂടെ ലീക്കായി എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഔദ്യോഗികമായി ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കുറേ ഓൺലൈൻ ചാനലുകളെയും ടെലിവിഷനുകളെയും ഏൽപ്പിച്ചിരുന്നു. അതായത് 1.9 മില്യൺ ആളുകൾ ഓൺലൈനിലും 400 മില്യൺ ആളുകൾ ടെലിവിഷനിലും കേട്ടു. ഇവർ നടന്നു പോകുന്നതും കാണുകയും കേൾക്കുകയും ചെയ്തു. ആ സംഭാഷണമാണ് ഞാൻ സിന്ധുവിനോട് പറയാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പുടിൻ പറഞ്ഞ ഉടനെ പുടിൻ്റെ പരിഭാഷകൻ ചൈനീസ് ഭാഷയിൽ പറയുകയാണ്, ബയോടെക്നോളജിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അവയവങ്ങൾ മാറ്റിവെക്കാം. ഓരോ തവണ അവയവം മാറ്റിവെക്കുമ്പോഴും നമ്മൾ കൂടുതൽ ചെറുപ്പമാകും. അങ്ങനെ നിരന്തരം അവയവങ്ങൾ മാറ്റിവെച്ചാൽ നമുക്ക് അമരത്വം കൈവരിക്കാൻ, നമുക്ക് മരണം ഉണ്ടാകത്തില്ല.
അപ്പോൾ നമുക്കറിയാവുന്ന ഈ അവയവ മാറ്റം എന്ന് പറയുന്നത് ഹൃദയം മാറ്റിവെക്കാം, കരൾ മാറ്റിവെക്കാം, കിഡ്നി മാറ്റിവെക്കാം, കണ്ണ് മാറ്റിവെക്കാം, സ്കിൻ മാറ്റിവെക്കാം. വെക്കാം എന്നത് ഇതുവരെ തെളിയിക്കപ്പെടാത്തൊരു സാധനവും പ്രായോഗികമായി എങ്ങനെ സാധ്യം ആകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാധനം എന്നറിയോ, തലച്ചോറ് മാറ്റിവെക്കലാണ്. അതിതൊരു സക്സസ് ആയിട്ടില്ലേ എന്നാണ് നമ്മൾ അറിയുന്നത്. സക്സസ് ആയിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യത്തിൻ്റെ രഹസ്യ പരീക്ഷണശാലയിൽ തലച്ചോറ് മാറ്റിവെച്ച് വേറൊരാളുടെ തലച്ചോറ് വെച്ചിട്ട് അതിനകത്തുണ്ടായിരുന്ന ഡാറ്റ മുഴുവൻ എറേസ് ചെയ്ത് നേരത്തെ അവന് എടുത്തു മാറ്റുന്ന പഴയ തലച്ചോറിലുള്ള ഡാറ്റ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ടെക്നോളജി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന പല സാധനങ്ങളും നമ്മൾ പണ്ടുണ്ടായിരുന്നില്ല. അവിശ്വസനീയം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഒരു 25 വർഷം മുമ്പ് അവിശ്വസനീയമായിരുന്നു. മൊബൈൽ ഫോൺ നമുക്ക് രണ്ടുപേരെ തമ്മിൽ കണ്ട് ഫോണിൽ കണ്ട് സംസാരിക്കാമെന്ന് കരുതാത്ത കാലം. അപ്പോൾ ടെക്നോളജി മാറിക്കൊണ്ട്. അതാണ് പുട്ടിൻ്റെ പരിഭാഷകൻ പറയുന്നത്. അപ്പം നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾക്ക് അമരത്വം കൈവരിക്കാമെന്ന് പുട്ടിൻ പറയുന്നു. ഉടനെ ഷീ പറയുകയാണ്, ഈ നൂറ്റാണ്ടിൽ നമുക്ക് 150 വയസ്സ് വരെ ജീവിക്കുന്ന അത്ഭുതമൊന്നുമില്ല, അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇനി അതിലേക്കൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം കിം ഇത് കേട്ട് രണ്ടുപേരും നോക്കി ചിരിക്കുന്നു. ഇങ്ങനൊരു സംഭാഷണം നടന്നു. അപ്പോൾ ലോകത്തിലെ ഒരു ശാക്തിക ജീവി, ബലാബലം, രാജ്യാന്തര ബന്ധങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കൂടിയ ഒരു മീറ്റിങ്ങിൽ എന്തുകൊണ്ടാണ് ലോകത്തെ 3 പ്രധാനപ്പെട്ട ഏകാധിപതികൾ തങ്ങളുടെ ജീവിതം എങ്ങനെ നീട്ടാം, തങ്ങളെങ്ങനെ കൂടുതൽ ചെറുപ്പമായിരിക്കാം, തങ്ങൾക്കെങ്ങനെ കുറഞ്ഞത് 150 വർഷമെങ്കിലും ജീവിച്ചിരിക്കാം തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചത് എന്നതാണ് ഇപ്പോൾ ചർച്ച. ഇത് വലിയ ചർച്ചയാണ്. നമ്മുടെ മലയാളത്തിൽ ഇതൊന്നും അറിയുന്നില്ല. എന്താണ് എനിക്കറിയില്ല, മലയാള മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ വിദേശ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച. ഇവരെന്തിനാണ് ഇവർക്ക് ആയുസ് 150 വർഷമെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണം, നമ്മൾ അവയവങ്ങൾ നിരന്തരമായി മാറ്റി. അപ്പോൾ ഇവരാരെങ്കിലുമൊക്കെ അവയവം മാറ്റി വെക്കുന്നുണ്ടോ? മാറ്റിവെച്ച് വീണ്ടും നമ്മുടെ നാട്ടിൽ കായകൽപ്പ ചികിത്സ എന്ന് പറഞ്ഞ രീതി ഉണ്ടായിരുന്നു. കായകൽപ്പ ചികിത്സ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഇന്നും അത് ചെയ്യാൻ അറിയാവുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരെ കൊണ്ടുവന്ന് 50 ദിവസമോ 60 ദിവസമോ മറ്റുള്ള ഈ ചികിത്സാ പദ്ധതി ഇരുട്ട് മുറിയിലോ ഒക്കെ താമസിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കായകൽപ്പ ചികിത്സ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും പുനഃസൃഷ്ടിക്കപ്പെടും. അതായത് എല്ലാ കോശങ്ങളും പുതുതായിരിക്കും. അപ്പോൾ അങ്ങനെ പുതിയ മനുഷ്യരായിട്ട് വരും. അങ്ങനെ നിരന്തരം കായകൽപ്പ ചികിത്സ നടത്തി 500 600 വർഷം ജീവിച്ചിരുന്ന മഹർഷിമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും കേരളത്തിൽ പോലും കായകൽപ്പ ചികിത്സ 1-2 തവണ വിജയിപ്പിച്ച ആയുർവേദ വൈദ്യന്മാർ, ഡോക്ടർമാരുണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കാണ് അവർക്ക് കായകൽപ്പ ചികിത്സ നടത്തിയെന്ന് അറിയില്ല. നമ്മുടെ ചില സിനിമാക്കാരൊക്കെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതായത് നമ്മൾ ഈ തൊലിപ്പുറമേയുള്ള ചികിത്സയല്ല കായകൽപ്പം. അതായത് ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഇപ്പം ഒരാൾക്ക് 50 വയസ്സുണ്ടെങ്കിൽ 50 വർഷം പഴക്കമുള്ള ഹൃദയമാണ് എൻ്റെ ഹൃദയം. ഞാൻ കായകൽപ്പ ചികിത്സ കഴിയുമ്പോഴത്തേക്ക് 50 വർഷം പഴക്കമുള്ള എല്ലാ സെല്ലുകളും പോയിട്ട് പകരം പുതിയ സെല്ലുണ്ടാവുകയാണ്. ഓരോ അവയവവും പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുകയാണ്. പിന്നെയും 50-100 വർഷം ജീവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളും ചികിത്സാ പദ്ധതികളൊക്കെ പണ്ട് മുതലേ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വേദിയിൽ, അതും വിക്ടറി പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ലോകത്തിലെ 3 നേതാക്കന്മാർ എന്തുകൊണ്ട് സംസാരിച്ചു? മാത്രമല്ല, കിം തൻ്റെ മകളുമായിട്ടാണ് വന്നത്. മകൾക്ക് 12 വയസ്സായിട്ടില്ല. തൻ്റെ മകൾ കിം ജോ എയിനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് ഈ ഉപയോഗിച്ച വേദിയിൽ വെച്ചിട്ടാണ് തൻ്റെ ആയുസിനെ കുറിച്ച് പറയുന്നത്. 2011 ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിച്ചതാണ്. അപ്പോൾ ഇങ്ങേർക്കും ഭയങ്കര പേടിയാണ് കിം ജോങ് ഉന്നിന്. അതുകൊണ്ട് വിമാനത്തെ കയറത്തില്ല, ട്രെയിനിലേ പോകത്തുള്ളൂ. അത്രയും മരണത്തെ ഭയന്ന് കഴിയുന്ന ഒരു ഭരണാധികാരി. അയാളുടെ സാന്നിധ്യത്തിൽ മരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് പറ്റുന്നത്രയും കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റ് 2 ഭരണാധികാരികൾ. അവർ എങ്ങനെ അമരത്വം നേടാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് അത്ര നിസ്സാര കാര്യമാണ്. അല്ല, വളരെ ഗൗരവമുള്ള കാര്യം. അധികാരം വിട്ടൊഴിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു 100-150 വർഷം അപ്പുറത്ത് ഇരിക്കുന്ന ഇവരുടെ പൊതുശത്രുവായി നിൽക്കുന്ന ട്രംപ് ആണെങ്കിൽ അവിടെ ഇവിടെ പാച്ചസും വന്ന് കാലിന് നീരും വെച്ച് നടക്കാനും ചിഹ്നടിച്ച് പിച്ചും പെയ്യും പറഞ്ഞ് നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ഒരു 150 വർഷമെങ്കിലും ജീവിക്കണം, അമരത്വം വേണം എന്ന് പറയുന്നു. അപ്പം ലോകം ഇനി ഞങ്ങളുടെ കയ്യിലായിരിക്കണം. ഞങ്ങൾക്ക് മരണം വേണ്ട എന്ന് തീരുമാനിച്ച് മരണമില്ലാത്ത മനുഷ്യരായി മാറുന്നതിനെക്കുറിച്ച് ലോകത്തിലെ 2-3 പ്രധാനപ്പെട്ട ആണവ ശക്തികളുടെ അധിപന്മാർ ചിന്തിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് വാർത്ത എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ വലിയ വലിയ ആൾക്കാരുടെ
ചിന്ത പോകുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അമരത്വം. നമ്മളാരും ചിന്തിക്കുന്നു എനിക്ക് 150 വർഷം ജീവിക്കണം, എനിക്ക് മരണം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ പ്രേക്ഷകരിലോ നമ്മളാരും ഇല്ല. അതെ. പക്ഷേ ലോകത്തിലെ 3 ഭരണാധികാരികൾ അത്രയും പ്രധാനപ്പെട്ട യോഗത്തിനിടയ്ക്ക് സംസാരിക്കുന്നതും എങ്ങനെ മരിക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചാണ്. അത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കുറേ കഴിയുമ്പോൾ ആളും മരിക്കണമെന്നേ, ഈ കിമ്മും മരിക്കണം, ട്രംപും മരിക്കണം, എല്ലാവരും മരിക്കണം. പക്ഷേ ഞങ്ങൾ മരിക്കാതെ ഞങ്ങൾ ലോകത്തെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടരും എന്ന തരത്തിലുള്ള ഒരു ചർച്ച ഇവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ മരണം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇവരെല്ലാം ഏകാധിപതികളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.